നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ പറഞ്ഞ ടിപ്സ് കേട്ടോ, ഹെയർ മാസ്ക് ഞാൻ അപ്ലൈ ചെയ്തു. ഇത് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും കാണാം. അത് രണ്ടും കൂടി അരച്ചിട്ട് നമ്മൾ കോട്ടൺ തുണിയിൽ പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ ആ ചെറുപയറിൻ്റെ തൊലിയൊക്കെ, ഉലുവയുടെ ഒക്കെ തൊലി ഇരുന്ന് നമുക്ക് ഇവിടെ കഴുകി കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. മുടിയിലൊക്കെ പറ്റി പറ്റിയിരിക്കും. അപ്പം അതൊക്കെ അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ അരച്ചിട്ട് ആ ഉലുവ വെള്ളത്തിൽ തന്നെ ഈ ചെറുപയറും കൂടി മുളപ്പിച്ചത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ തേക്കാൻ. അപ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ എത്ര വേണമെങ്കിലും നമുക്ക് വെച്ചിരിക്കാം കേട്ടോ. മുടി വളരും ചെയ്യും, ഹെയർ ഫോൾ തടയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങളെ മുടി കൊഴിഞ്ഞു പോണത് പൊക്കോട്ടെ കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾ വലിയ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പോകുന്ന മുടി പൊക്കോട്ടെ, പോകുന്നുണ്ടെന്നുള്ള ദുഃഖവും വേണ്ട. നമ്മളിങ്ങനെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുമ്പോൾ വീണ്ടും മുടി കൊഴിച്ചിലുണ്ടാകും. കാരണം സ്ട്രെസ്സൊക്കെ ഒരു ഭാഗം വരെ നമുക്ക് ഒരു പരിധി വരെ മുടി കൊഴിച്ചിലിന് സാധ്യതയുള്ളതാണ്. അപ്പം നമ്മൾ ഈ സ്ട്രെസ് ഒന്നും ഇല്ലാതെ എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. പറഞ്ഞ പോലെ ബുക്സിലൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓരോന്നിനും ഓരോ തരത്തിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെല്ലാം 100% റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. കാരണം എല്ലാം ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്ലൈ ചെയ്യാത്തൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല, കാണിച്ചു തരുന്നുണ്ട് അല്ലേ. പിന്നെ രാത്രി സമയങ്ങളായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഫുൾ വീഡിയോ ഇടാൻ പറ്റാത്തത് കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇടുന്നത്. എല്ലാം നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി നോട്ട് ചെയ്തിട്ട് സിൽക്കി ഹെയർ ആവാനും, മുടിക്ക് തിക്നെസ് ഉണ്ടാവാനും, ലോ ഹെയർ ആവാനും, മുടിക്ക് ബ്ലാക്ക് ആവാനും, ഹെയർ ഫോൾ തടയാനും, ഡ്രൈനെസ് മാറാനും എല്ലാത്തിനുമുള്ള ടിപ്സ് ഓരോന്നോരോന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കെയർ ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കാണാത്തവർ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടു നോക്കുക കേട്ടോ. എല്ലാത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ മുടി പോകണമെന്നുള്ള ദുഃഖം ഒന്നും വേണ്ട കേട്ടോ. എല്ലാം വന്നോളും. നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ ഹെയർ മാസ്ക് എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ഫേഷ്യലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഉലുവയും ചെറുനാരങ്ങ എന്നാണ് വരുന്നത്. ഈ ചെറുപയറും കൂടിയും മുളപ്പിച്ചത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ബ്രൈറ്റ്നസ് കിട്ടും കേട്ടോ, ഉലുവ പ്രത്യേകിച്ച്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഫേഷ്യലിന് നമുക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ഞാൻ ആവണക്കണ്ണയുടെ പറഞ്ഞില്ല, ആവണക്കണ്ണ ഇവിയോൺ ക്യാപ്സൂൾ അല്ലേ, വിറ്റാമിൻ ഇ ക്യാപ്സൂൾ, അത് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മാസ്ക് ആയിട്ടും അതുപോലെ ഫേഷ്യലിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തലയ്ക്കും മുഖത്തിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഇരട്ടി മധുരം അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് മുടിയിലേക്കും മുഖത്തിനും പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ പ്രത്യേകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്കതൊക്കെ കേട്ടോ. ഇപ്പം മഴയത് കാരണം അധികം ഈ ആയുർവേദ പച്ചമരുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ കീഴാർനെല്ലി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മഴക്കാലം ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്കത് വീണ്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കാണിച്ചു തന്നത് ഇന്ന് അപ്ലൈ ചെയ്തതാണ്. വളരെ നല്ല സിൽക്കി ആയിട്ടിരിക്കുന്നുണ്ട് മുടി കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവർക്കും മുടി വളരെ, പിന്നെ ഹെയർ ഫോളൊക്കെ ഉണ്ടാവില്ല, ഹെയർ ഫോള് മാറും കേട്ടോ. നമ്മൾ പോകുന്ന മുടിയെ കുറിച്ചിട്ട് നമുക്കൊരു ടെൻഷനും വേണ്ട. നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുക, വേണ്ട വെജിറ്റബിൾസ് കഴിക്കുക കേട്ടോ. ചൂട് സമയത്ത് എന്താണോ, തണുപ്പ് സമയത്ത് എങ്ങനെയാണോ മുടി ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഞാനത് ഇനി വീണ്ടും പറയുമ്പോൾ അതൊരു റിപ്പീറ്റായിട്ട് തോന്നും അല്ലേ. ആൾക്കാർക്ക് അതൊരു മടുപ്പ് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ നമ്മൾ പറയുന്നത്. വീഡിയോ പോയി നോക്കാനായിട്ട് കേട്ടോ. എല്ലാവർക്കും നല്ല റിസൾട്ടാണ്, 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.
വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളിലേക്കൊന്നും പോകണ്ട കേട്ടോ. മുടി കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ഡോക്ടർമാരെ വരെയും കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചുറ്റുപാടുമുള്ള എക്കണോമിക്കലായിട്ടുള്ള ആയുർവേദ ചെടികൾ പൊടികൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഡോക്ടറെ കാണാം. തൈറോയിഡ്, പിന്നെ അതുപോലെ വിറ്റാമിൻ്റെ കുറവ്, പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ അതൊക്കെ വന്നാലും മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് ഡോക്ടറെ കാണാം. ഡോക്ടറുടെ സേവനം നമുക്ക് ലഭ്യമാകും അല്ലേ. അപ്പോൾ അത് അങ്ങനെ പോവുക. അല്ലാതെ റീസണൊന്നും ഇല്ലാതെ മുടി കൊഴിച്ചിലിന് നമ്മൾ വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു, മുടി വെച്ച് പിടിപ്പിച്ചിട്ട് പുള്ളിക്കാരന് വളരെയധികം പ്രയാസമായി, ഓപ്പറേഷൻ വരെ ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് മുടി വളർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ട. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് സോപ്പ്, ഷാമ്പു ഒക്കെ 100% നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളത് ഉപേക്ഷിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ആയുർവേദ ചെടികളൊക്കെ ഉപയോഗിച്ചും പൊടികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഭംഗിയാക്കാം. ഷാമ്പു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുടിയിൽ ഷാമ്പു സോപ്പ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല. നമ്മൾ അതൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെളി കളയാനൊക്കെ നമ്മൾ ചിലപ്പോൾ ഷാമ്പു ഉപയോഗിക്കാം, പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് നെല്ലിക്കപ്പൊടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വെറുതെ കലക്കി തലമുടിയിലും തലയിലൊക്കെ തേച്ച് വെച്ചാൽ പോലും നമുക്ക് നമ്മളുടെ ചെളിയൊക്കെ എണ്ണമെഴുക്ക് ഓവറുള്ളതൊക്കെ നമുക്ക് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ. പൂർണ്ണമായിട്ടും നമ്മളത് അവോയ്ഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഞാൻ ഹെയർ കെയറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ സംഭവം ഷാമ്പു സോപ്പൊക്കെ നമ്മൾ ഉപേക്ഷിക്കാം കേട്ടോ. ഉപേക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് കെമിക്കലായിട്ടുള്ള റിയാക്ഷനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ മുടിയുടെ ഉരിപ്പൊക്കെ നമുക്ക് നിർത്താൻ പറ്റും കേട്ടോ. അപ്പം ഇതുപോലെ ആവശ്യത്തിന് ഓവറായിട്ട് എണ്ണ തേക്കേണ്ട, ആവശ്യത്തിന് എണ്ണ തൊട്ടുപിടുത്താം കേട്ടോ. പിന്നെ നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ കുറേശ്ശെ എണ്ണയുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ പുതിയതായിട്ട് മുടി പുതിയ എണ്ണ തേക്കുന്നവർ കെയർ ചെയ്യേണ്ട കാര്യം അതെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ആഴ്ചയിൽ നമ്മൾ ഇതുപോലെ ആയുർവേദ പൊടികൾ വെച്ചിട്ട് 5-6 കൂട്ടമുള്ള വലിയ വലിയ ഹെയർ മാസ്ക് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. വെള്ളം ധാരാളം കുടിക്കാം കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾക്ക് മുടിക്ക് നീട്ടം ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചെമ്പരത്തിപ്പൂവ് കേട്ടോ. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി താളി അല്ലേ ഇലയും വെച്ചിട്ടുള്ള താളി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിൽ, സമയമില്ലാത്തവർ പൂവും മൊട്ടോ എന്തായിക്കോട്ടെ ഇലയൊക്കെ എടുത്തിട്ട് നമ്മൾ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്യുക, വെള്ളം ഒഴിക്കുക, പീച്ചിയെടുക്കുക. സമയമുള്ളവർ കൈ കൊണ്ട് ഞെരടി എടുക്കുക, എന്നിട്ട് അരിച്ചെടുക്കുക. ഈ അരിച്ചെടുത്ത താളിയിൽ നമുക്ക് 2 സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. താളിയായിട്ട് ഉപയോഗിക്കാം. അപ്പോഴും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമുക്കെല്ലാം. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അതായത് ഉരുളക്കിഴങ്ങ് നമ്മൾ അരച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് അരച്ചെടുത്തിട്ട് അതിൽ അല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് വെള്ളം ഇത് അരിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇയോൺ ക്യാപ്സൂൾ ഇടാം. 1-2 ഇയോൺ ക്യാപ്സൂൾ ഇടാം കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ സത്തിൽ നമ്മൾ അലിയിപ്പിച്ച് നമുക്കത് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഉരുളക്കിഴങ്ങ് മതി കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി കളയണ്ട കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അരിഞ്ഞരിഞ്ഞ് മിക്സിയുടെ ജാറിൽ അരയ്ക്കാം. വെള്ളം ചേർത്ത് അരച്ചോളൂ കേട്ടോ. വെറുതെ പച്ചവെള്ളം ചേർത്ത് അരച്ചിട്ട് അത് അരിച്ചെടുത്തിട്ട് അതിൽ ഈ പറഞ്ഞ വിറ്റാമിൻ ഇ ക്യാപ്സൂള് 1-2 നമുക്ക് മുടിക്ക് എന്തോരം ആവശ്യമാണോ അത്രയും നമ്മൾ ചേർക്കാം കേട്ടോ. ചേർത്തിട്ട് അത് അലിയിച്ചിട്ട് തലോട്ടിലൊക്കെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ മുടിക്ക് എണ്ണമെഴുക്കും ഉണ്ടാവും. അതുപോലെ അതുപോലെ ഉരുളക്കിഴങ്ങിനെ കുറിച്ചിട്ടുള്ള ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ കാര്യങ്ങൾ, അതുകൊണ്ട് മുടിക്ക് എങ്ങനെ ഗുണപ്രദമാവാം
എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ നിർത്തുകയും ചെയ്യാം, മുടി വളരാനും സഹായിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി കളയണ്ട കേട്ടോ, തൊലിയോടുകൂടി നമ്മൾ അരിഞ്ഞരിഞ്ഞിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്സും കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പൊക്കോളൂ, വളരെ ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. മുടി കൊഴിച്ചിലിനെ കുറിച്ച് യാതൊരു സങ്കടവും വേണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.